ഈ വേനൽ മഴ കനത്തതോടെ ഒന്ന് നമ്മൾ തണുത്ത വാർത്ത കൂടിയുണ്ട്. ചൂടിന് നല്ല കുറവുണ്ട്. ഇന്നലെ രാത്രി പല വീടുകളിലും ഫാനൊക്കെ ഓഫ് ചെയ്തു എന്നാണ് പറയുന്നത്. പ്രത്യേകിച്ച് എറണാകുളത്തൊക്കെ നല്ല മഴയുണ്ടായിരുന്നു. രാവിലെയൊക്കെ നല്ല തണുത്ത പ്രഭാതത്തിലേക്കാണ് നമ്മൾ ഉണർന്നെണീറ്റത്. ഇന്നും ശക്തമായ മഴ തുടരും. 9 ജില്ലകളിൽ യെല്ലോ അലേർട്ടുണ്ട്. മഴയ്ക്കൊപ്പം ശക്തമായ കാറ്റിനും ഇടിമിന്നലിനും സാധ്യതയുണ്ട്. അതേസമയം അടുത്ത 5 ദിവസം കൂടി മഴ തുടരുമെന്നാണ് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പിന്റെ മുന്നറിയിപ്പ്. അശ്വിൻ ഡിയാഗോ ഉണ്ട് കൂടുതൽ വിവരങ്ങളുമായി. അശ്വിൻ ഡിയാഗോ, ഈ തെരഞ്ഞെടുപ്പിന്റെ ചൂടിനിടയിൽ മഴ വരുന്നത് വലിയ ആശ്വാസമുള്ളൊരു കാര്യമാണ്. ആസ്വദിക്കാനൊക്കെ സമയം നേതാക്കൾക്കും അണികൾക്കും ഒക്കെ കിട്ടുന്നുണ്ടാവില്ല. കാരണം TV ചാനലിന് മുന്നിലാണല്ലോ, എന്തും സംഭവിക്കാമെന്ന പ്രതീതിയാണ് എപ്പോഴും. പക്ഷേ അപ്പോഴും നല്ല വേനൽ മഴയാണ്, നല്ല തണുപ്പുള്ള പ്രഭാതമാണ്. 5 ദിവസം കൂടി തുടരും. ഇനിയിപ്പോൾ കാലവർഷവുമായിട്ട് വേനൽ മഴ ഒരു സന്ധി ചെയ്യാനുള്ള സാധ്യതയുണ്ടോ? ഇനി അങ്ങോട്ട് വലിയ ചൂട് പ്രതീക്ഷിക്കേണ്ട എന്നല്ലേ നമ്മൾ കണക്കാക്കുന്നത്? ഈ 5 ദിവസം കൂടെ കഴിഞ്ഞാൽ പിന്നീട് കാലവർഷത്തിന് വേണ്ടിയുള്ള കാത്തിരിപ്പാണ്. ഗുഡ് മോർണിംഗ് അശ്വിൻ. അരുൺ, വെരി ഗുഡ് മോർണിംഗ്. അരുൺ സൂചിപ്പിച്ചതുപോലെ നേരത്തെ ഇപ്പോൾ തെരഞ്ഞെടുപ്പൊക്കെ കഴിഞ്ഞ് അതിൻ്റെ ചൂടൊക്കെ അവസാനിച്ചെങ്കിലും മുഖ്യമന്ത്രി ചർച്ചയുടെ ചൂട് തുടരുകയാണ്. മുഖ്യമന്ത്രി ഇന്ന് വരും നാളെ വരും എന്ന് പറയുന്ന പോലെയാണ്. പക്ഷേ കാലാവസ്ഥാ വകുപ്പ് പറയുന്നു ഇനി എന്തായാലും 5 ദിവസത്തേക്ക് കടുത്ത ഒരു മഴ തന്നെ പെയ്യാനുള്ള സാധ്യതയുണ്ട്. നേരത്തെ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളിലായി വേനൽ മഴ ശക്തിപ്പെടുന്നുണ്ട്. അതുകൊണ്ട് തന്നെ താപനില പല ജില്ലകളിലും കുറഞ്ഞിട്ടുണ്ട്. ഇന്ന് 9 ജില്ലകളിലാണ് മഴ മുന്നറിയിപ്പ് നൽകിയിട്ടുള്ളത്. യെല്ലോ അലർട്ടുകളാണ് പ്രഖ്യാപിച്ചിട്ടുള്ളത്. തിരുവനന്തപുരം, കൊല്ലം, പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം, ഇടുക്കി, എറണാകുളം, തൃശൂർ, കോഴിക്കോട് ജില്ലകളിലാണ് ഇന്ന് യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചിട്ടുള്ളത്. നാളെ തിരുവനന്തപുരം, കൊല്ലം, പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം, ഇടുക്കി, എറണാകുളം ജില്ലകളിലും യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഇവിടെ ഒറ്റപ്പെട്ട ഇടങ്ങളിൽ അതിശക്തമായ മഴയ്ക്ക് സാധ്യതയുണ്ട് എന്നൊരു മുന്നറിയിപ്പാണ് നൽകിയിട്ടുള്ളത്. വെറും മഴ മാത്രമല്ല, ശക്തമായ കാറ്റും ഇടിമിന്നലോടുകൂടിയ മഴയ്ക്കാണ് സാധ്യതയുള്ളത്. അതുകൊണ്ട് തന്നെ ജാഗ്രതാ നിർദ്ദേശങ്ങളും പുറപ്പെടുവിച്ചിട്ടുണ്ട്. ഈ വരും മണിക്കൂറുകളിലും മഴ ശക്തമാകുമെന്നുള്ളതാണ്. ഇന്ന് 10 മണിവരെ പത്തനംതിട്ട, ഇടുക്കി, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ ശക്തമായ മഴയ്ക്ക് സാധ്യതയുണ്ട് രാവിലെ 10 മണിവരെ എന്നുള്ളതാണ് കാലാവസ്ഥാ വകുപ്പ് നൽകിയിട്ടുള്ള മുന്നറിയിപ്പ്. സാധാരണ കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം തന്നെ നമ്മൾ കണ്ടതാണ് സംസ്ഥാനത്ത് വിവിധയിടങ്ങളിൽ മഴ ശക്തിപ്പെടുന്നുണ്ട്. അതുകൊണ്ട് തന്നെ താപനില ഗണ്യമായി കുറഞ്ഞിട്ടുണ്ട്. ഡാമുകളുടെ വൃഷ്ടിപ്രദേശങ്ങളിൽ മഴ ലഭിക്കുന്നതും ഏറെ ആശ്വാസകരമാണ്. ഈ ആശ്വാസം എന്തായാലും വരുന്ന 5 ദിവസം കൂടി തുടരും എന്നുള്ളതാണ് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് നൽകുന്ന സൂചന. അശ്വിൻ ഡിയാഗോയാണ് വിവരങ്ങൾ നൽകിയത്. പ്രിയപ്പെട്ട പ്രേക്ഷകരെ, അപ്പോൾ കാലവർഷം എത്തിയിട്ടില്ല, വേനൽ മഴ തന്നെയാണ്. അടുത്ത 5 ദിവസം കൂടി മഴ തുടരും എന്നുള്ളതാണ് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം അറിയിക്കുന്നത്. എന്തായാലും ഉള്ളൊക്കെ ഒന്ന് തണുത്തു.